പല സാഹചര്യങ്ങളിലും നമ്മൾ പല വ്യക്തികളെയും കണ്ടുമുട്ടാറുണ്ട് അല്ലേ? അപ്പം നമ്മൾ അവരായിട്ട് പരിചയപ്പെടാറുമുണ്ട്. അങ്ങനെ നമ്മളെ പരിചയമില്ലാത്ത ഒരാളെ പെട്ടെന്ന് പരിചയപ്പെടുന്നത് എങ്ങനെയാണ്? പരിചയപ്പെടുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് അവരുടെ അടുത്ത് ചോദിക്കുന്നത്? അവരെന്തൊക്കെയാണ് ആൻസർ തരുന്നത്? അതിൻ്റെ ഉത്തരമായിട്ട് അവരെന്തൊക്കെയാണ് പറയുന്നത്? അതൊക്കെയാണ് നമ്മളിന്ന് ഈ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത് കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, ഞാൻ അജിത ശിവറാം. എല്ലാവർക്കും അജിത സിമ്പിൾ ഇംഗ്ലീഷിലേക്ക് സ്വാഗതം. പോകാം ക്ലാസ്സിലേക്ക്. നമ്മൾ പരിചയമില്ലാത്ത ഒരു വ്യക്തിയെ കാണുമ്പോൾ നമ്മൾ ആദ്യം ചോദിക്കുന്നത് എന്താ? പേരെന്താണ് അല്ലേ? പേരെന്താണ് എന്ന് ചോദിക്കാൻ എല്ലാവർക്കും അറിയാം. അതെങ്ങനെയാണ് ചോദിക്കുക? വാട്ട്സ് യുവർ നെയിം? നിങ്ങളുടെ പേരെന്താണ് അല്ലേ? നമ്മൾ ആദ്യമായിട്ട് ചോദിക്കുന്നത് എന്താണ്? വാട്ട്സ് യുവർ നെയിം. അതിനുശേഷമായിരിക്കും മറ്റെല്ലാ കാര്യങ്ങളും നമ്മൾ ചോദിക്കുന്നത് അല്ലേ? അപ്പോൾ നമ്മളത് ചോദിച്ചു കഴിഞ്ഞു. അതിനുള്ളൊരു ഉത്തരവും അവർ നൽകി. എന്തായിരിക്കും ഉത്തരം? എൻ്റെ പേര് എന്ന് പറഞ്ഞിട്ട് അവരുടെ പേര് പറയൂ അല്ലേ? അപ്പോൾ എൻ്റെ പേര് എന്ന് പറയാനായിട്ട് മൈ നെയിം ഈസ്, എൻ്റെ പേര് അജിത എന്നാകുന്നു എന്ന് പറയുകയാണെങ്കിൽ മൈ നെയിം ഈസ് അജിത എന്ന് പറയാം. ഇല്ലെങ്കിൽ നമുക്ക് പറയാം ആം അജിത, അങ്ങനെയും പറയാം കേട്ടോ. ഇവിടെ ഞാൻ എൻ്റെ പേരാണ് പറഞ്ഞത്. നിങ്ങൾ പറയുമ്പോൾ നിങ്ങളുടെ പേര് പറയണം കേട്ടോ. നിങ്ങൾ എവിടെ നിന്നാണ് ചോദിക്കില്ലേ? നിങ്ങൾ എവിടെ നിന്നാണ്? ഏതാണ് നിങ്ങളുടെ സ്ഥലം? നിങ്ങൾ ജനിച്ച സ്ഥലം എവിടെയാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് പറയുക? വേർ ആർ യു ഫ്രം? വേർ ആർ യു ഫ്രം? നിങ്ങൾ എവിടെ നിന്നാണ്? അല്ലെങ്കിൽ നിങ്ങളുടെ പ്രോപ്പർ പ്ലേസ് എവിടെയാണ്? ശരിക്കുള്ള സ്ഥലം എവിടെയാണ്? അപ്പോൾ അതെങ്ങനെയാണ്? വേർ ആർ യു ഫ്രം? അപ്പോൾ അതിൻ്റെ ആൻസർ നമ്മളെങ്ങനെയാണ് പറയുക? നമ്മൾ കേരളത്തിൽ നിന്നാണെങ്കിൽ എന്ത് പറയണം? ഐ ആം ഫ്രം കേരള. ഇനി ഞാൻ തമിഴ്നാട്ടിൽ നിന്നാണ്. ഐ ആം ഫ്രം തമിഴ്നാടു. ഐ ആം ഫ്രം തമിഴ്നാടു. നിങ്ങളിപ്പോൾ എവിടെ നിന്നാണ് വരുന്നത് ചോദിക്കില്ലേ? എവിടെ നിന്നാണ് വരുന്നത്? അതെങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ ചോദിക്കുക? വേർ ആർ യു കമ്മിങ് ഫ്രം? അത് ചോദിക്കുമ്പോൾ ഒരു വ്യത്യാസമുണ്ട്. നിങ്ങൾ ഇപ്പോൾ എവിടെയാണ് താമസിക്കുന്നത്? ഇപ്പോൾ എവിടെ നിന്നാണ് വരുന്നത്? അതാണ് നമ്മൾ ചോദിക്കുന്നത്. വേർ ആർ യു കമ്മിങ് ഫ്രം? വേർ ആർ യു കമ്മിങ് ഫ്രം? അതിന് മറുപടിയായിട്ട് ഇങ്ങനെ പറയാം, ഐ ആം കമ്മിങ് ഫ്രം കൊച്ചിൻ. ഐ ആം കമ്മിങ് ഫ്രം ട്രിവാൻഡ്രം. ഇതിൻ്റെ ആൻസർ നിങ്ങൾ പറയുമ്പോൾ ഞാൻ വരുന്നത് ഐ ആം കമ്മിങ് ഫ്രം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എവിടെ നിന്നാണോ വരുന്നത് അത് പറഞ്ഞാൽ മതിയാവും കേട്ടോ. ഇവിടെ നിങ്ങൾ ഈ വ്യത്യാസം മനസ്സിലാക്കണം കേട്ടോ. വേർ ആർ യു ഫ്രം എന്ന് ചോദിച്ചാൽ നിങ്ങൾ എവിടെ നിന്നാണ്, അതായത് നിങ്ങളുടെ ജന്മനാട് എവിടെയാണ് എന്നാണ് ചോദിക്കുന്നത്. വേർ ആർ യു കമ്മിങ് ഫ്രം എന്ന് ചോദിച്ചാലോ നിങ്ങൾ ഇപ്പോൾ എവിടെ നിന്നാണ് വരുന്നത് അതാണ് ചോദിക്കുന്നത് കേട്ടോ. വേർ ആർ യു കമ്മിങ് ഫ്രം എന്ന് ചോദിക്കുന്നതിന് മറ്റൊരു തരത്തിൽ നമുക്ക് ചോദിക്കാം, വേർ ഡു യു ലിവ്? നിങ്ങൾ എവിടെയാണ് താമസിക്കണേ? അങ്ങനെയും ചോദിക്കാം. വേർ ഡു യു ലിവ്? നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നത്? ഇനി എത്ര നാളായി നിങ്ങൾ അവിടെ താമസിക്കുന്നു എന്ന് ചോദിക്കണം അല്ലേ? എത്ര നാളായി താമസിക്കുന്നു? കുറേ നാളുകളായോ? ഇതെങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കാം? എത്ര നാളായി താമസിക്കുന്നു? ഹൗ ലോങ് ഹാവ് യു ബീൻ ദെയർ? ഹൗ ലോങ് ഹാവ് യു ബീൻ ദെയർ? എത്ര കാലമായി നിങ്ങളവിടെ താമസിക്കുന്നു? ഞാനൊരു 4 വർഷമായിട്ട് ഇവിടെ താമസിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഞാൻ അവിടെ 4 വർഷമായിട്ട് താമസിക്കുന്നുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് പറയാം? ഐ ഹവ് ബീൻ ഹിയർ ഫോർ 4 years. ഐ ഹവ് ബീൻ ഹിയർ ഫോർ 4 years. ഞാനൊരു 4 വർഷമായിട്ട് ഇവിടെ താമസിക്കുന്നുണ്ട് എന്ന് പറയില്ലേ? അങ്ങനെ ഐ ഹവ് ബീൻ ഹിയർ ഫോർ 4 years. ഇവിടെ എന്നുള്ളതിന് ഹിയർ പറയാം. അവിടെയാണെങ്കിലോ there. ഓക്കെ, ഐ ഹാവ് ബീൻ എന്ന് പറയേണ്ട ആവശ്യമില്ല. ഐ ഹവ് ബീൻ, ദാറ്റ്സ് ഇനഫ്. അങ്ങനെ പറയുമ്പോഴാണ് നമുക്കത് നാച്ചുറലായിട്ട് പറയുന്നതായിട്ട് തോന്നുന്നത്. അടുത്തതായിട്ട് നമ്മൾ ചോദിക്കും, നിങ്ങൾ വിവാഹിതയാണോ അല്ലെങ്കിൽ വിവാഹിതനാണോ അല്ലേ? ഇതെങ്ങനെ ചോദിക്കുക? ആർ യു മാരീഡ്? ആർ യു മാരീഡ്? നിങ്ങൾ വിവാഹിതനാണോ അല്ലെങ്കിൽ വിവാഹിതയാണോ? അതെ, ഞാൻ വിവാഹിതയാണ്. ഇതെങ്ങനെ പറയും? യെസ് ആം. യെസ് ആം. അത്രമാത്രം പറഞ്ഞാൽ മതി. യെസ് ഐ ആം മാരീഡ് എന്ന് പറയുന്നതിൽ ഒരു തെറ്റുമില്ല കേട്ടോ. അങ്ങനെ വേണമെങ്കിലും നമുക്ക് പറയാം. യെസ്, അതെ, ഞാൻ വിവാഹിതയാണ്. യെസ് ഐ ആം മാരീഡ്. യെസ് ഐ ആം മാരീഡ്. ഇല്ല, ഞാൻ മാരീഡ് അല്ല. ഇതെങ്ങനെ പറയും? നോ ഐ ആം നോട്ട്. അത്രമാത്രം പറഞ്ഞാൽ മതി. നോ ഐ ആം നോട്ട്. ഇനി നിങ്ങൾക്ക് കൂടുതൽ പറയണമെന്നുണ്ടെങ്കിൽ നോ ഐ ആം നോട്ട് മാരീഡ്, അങ്ങനെ വേണമെങ്കിലും പറയാം. ഞാൻ അവിവാഹിതയാണ് അല്ലെങ്കിൽ ഞാൻ അവിവാഹിതനാണ്.
ഇതെങ്ങനെയാണ് പറയുക? ഐ ആം സിംഗിൾ. ഐ ആം സിംഗിൾ. പിന്നെ അടുത്തത് നമ്മളെന്താ ചോദിക്കുക? നിങ്ങൾക്ക് കുട്ടികളുണ്ടോ? കുട്ടികളുണ്ടോ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഇതെന്ത് കാര്യം? അല്ല, ജസ്റ്റ് ഒന്ന് ചോദിക്കാം, കുട്ടികളുണ്ടോ നിങ്ങൾക്ക്? എത്ര കുട്ടികളുണ്ട്? ചോദിക്കില്ലേ? ഡു യു ഹാവ് ചിൽഡ്രൻ? നിങ്ങൾക്ക് കുട്ടികളുണ്ടോ? ഡു യു ഹാവ് ചിൽഡ്രൻ? കുട്ടികളുണ്ടോ എന്ന് ചോദിക്കാൻ ഡു യു ഹാവ് ചിൽഡ്രൻ ചോദിക്കാം. യെസ്, എനിക്കുണ്ട് എന്ന് പറയണ്ടേ? അതെങ്ങനെ പറയും? യെസ് ഐ ഡു. അത്രയും പറഞ്ഞാൽ മതി. യെസ് ഐ ഡു. ഇവിടെ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്ക് കുട്ടികളുണ്ടോ എന്നാണ് ചോദിച്ചത് അല്ലേ? അപ്പോൾ എനിക്കുണ്ടെന്ന് പറയാൻ ഐ ഹാവ് എന്നല്ലേ ഇവിടെ ചേർക്കേണ്ടത് എന്ന് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും അല്ലേ? അങ്ങനെയല്ല കേട്ടോ. ഡു യു ഹാവ് എന്നാണ് നമ്മൾ ചോദിച്ചത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിൻ്റെ ആൻസർ വരുന്നത് എന്താണ്? ഐ ഡു എന്ന് തന്നെയാണ് കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ കൈവശം ഉണ്ടോ എന്നൊക്കെ ചോദിക്കില്ലേ? അതിന് വേണ്ടിയിട്ട് നമുക്ക് ഡു യു ഹാവ് എന്ന് ചോദിച്ചാൽ മതി കേട്ടോ. ഡു യു ഹാവ് എ കാർ? നിങ്ങൾക്ക് കാറുണ്ടോ? ഡു യു ഹാവ് എ ജോബ്? നിങ്ങൾക്ക് ജോലിയുണ്ടോ? ഇങ്ങനെ ഉണ്ടോ എന്ന് ചോദിക്കാൻ നമുക്ക് ഡു യു ഹാവ് എന്ന് ചോദിച്ചതിന് ശേഷം നിങ്ങൾക്ക് എന്താണോ ഉണ്ടോ എന്ന് ചോദിക്കേണ്ടത് അത് ചോദിച്ചാൽ മതിയാവും. കുട്ടികളുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ അടുത്തതായിട്ട് ചോദിക്കുന്നത് എത്ര കുട്ടികളുണ്ട് എന്നായിരിക്കും അല്ലേ? എത്ര എന്നുള്ളതിന് നമ്മൾ ഇംഗ്ലീഷിൽ എന്താ പറയുക? ഹൗ മെനി അല്ലേ? ഹൗ മെനി, എത്ര. അപ്പോൾ എത്ര കുട്ടികളുണ്ട് എന്നെങ്ങനെ ചോദിക്കും? ഹൗ മെനി ചിൽഡ്രൻ ഡു യു ഹാവ്? ഹൗ മെനി ചിൽഡ്രൻ ഡു യു ഹാവ്? നിങ്ങൾക്ക് എത്ര കുട്ടികളുണ്ട്? എനിക്ക് 2 കുട്ടികളുണ്ട്. ഐ ഹാവ് 2 ചിൽഡ്രൻ. ഐ ഹാവ് 2 ചിൽഡ്രൻ. എനിക്ക് 2 കുട്ടികളുണ്ട്. അടുത്ത് നമ്മൾ ചോദിക്കുന്നത് എന്തായിരിക്കും? നിങ്ങൾക്ക് ജോലിയുണ്ടോ? നിങ്ങൾ എന്ത് ചെയ്യാണ് അല്ലേ? ചോദിക്കില്ലേ? അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് ജോലി ഉണ്ടോ എന്നൊക്കെ ചോദിക്കാനായിട്ട് നമ്മൾ എങ്ങനെയാണ് നമ്മളത് ചോദിക്കുന്നത്? വാട്ട് ഡു യു ഡു? വാട്ട് ഡു യു ഡു? നിങ്ങൾ എന്ത് ചെയ്യണു? വാട്ട് ഡു യു ഡു? നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഇതിന് നമുക്ക് പല ഉത്തരങ്ങളും പറയാം കേട്ടോ. നിങ്ങളൊരു ടീച്ചറാണെങ്കിൽ എങ്ങനെ പറയും? ഐ എം എ ടീച്ചർ. ഞാനൊരു ടീച്ചറാണ്. ഐ എം എ ടീച്ചർ. ഞാനൊരു ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുകയാണ്. ഇതെങ്ങനെ പറയും? ഐ വർക്ക് ഇൻ എ ഹോസ്പിറ്റൽ. ഐ വർക്ക് ഇൻ എ ഹോസ്പിറ്റൽ. ഞാനൊരു ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നു. അപ്പോൾ ദാ വരുന്നു അടുത്ത ചോദ്യം. എത്ര കാലമായി അവിടെ വർക്ക് ചെയ്യുന്നു? ഹൗ ലോങ് ഹാവ് യു ബീൻ വർക്കിംഗ് ദെയർ? ഹൗ ലോങ് ഹാവ് യു ബീൻ വർക്കിംഗ് ദെയർ? എത്ര കാലമായിട്ട് അവിടെ വർക്ക് ചെയ്യുന്നു? ഞാനൊരു 5 വർഷമായിട്ട് അവിടെ ജോലി ചെയ്യുന്നു. ഇതുപോലൊരു ഉത്തരം നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ? അതെങ്ങനെ പറയാം? ഐ ഹാവ് ബീൻ വർക്കിംഗ് ദെയർ ഫോർ 5 years. ഐ ഹാവ് ബീൻ വർക്കിംഗ് ദെയർ ഫോർ 5 years. ഐ ഹാവ് ബീൻ എന്ന് പറയുന്നതിന് നമ്മൾ ചുരുക്കി പറയുന്നത് എന്താണ്? ഐ ഹാവ് ബീൻ. നമ്മളങ്ങനെ കുറേ നേരമായി ഇംഗ്ലീഷ് പറഞ്ഞ തോറ്റു. അപ്പോൾ ഇനി അടുത്തത് നമുക്ക് അവരോട് ചോദിക്കാം, നിങ്ങളുടെ നാറ്റീവ് ഭാഷ, നിങ്ങളുടെ സ്വന്തം ഭാഷ ഏതാണ്? നിങ്ങളുടെ മാതൃഭാഷ ഏതാണ്? എന്നാൽ പിന്നെ നമുക്ക് അതിലങ്ങോട്ട് സംസാരിക്കാമല്ലോ. അപ്പോൾ അതെങ്ങനെയാണ് ചോദിക്കുക? നിങ്ങളുടെ മാതൃഭാഷ ഏതാണ്? വാട്ട്സ് യുവർ നാറ്റീവ് ലാംഗ്വേജ്? വാട്ട്സ് യുവർ നാറ്റീവ് ലാംഗ്വേജ്? നിങ്ങളുടെ മാതൃഭാഷ ഏതാണ്? എൻ്റെ മാതൃഭാഷ മലയാളമാണ്. ഇതെങ്ങനെ പറയും? ഇറ്റ്സ് മലയാളം. ഇറ്റ്സ് മലയാളം. ഇവിടെ നിങ്ങൾക്കിപ്പോൾ ഒരു ഡൗട്ട് വരും. എൻ്റെ മാതൃഭാഷ മലയാളമാണെന്നല്ലേ പറഞ്ഞത്? അപ്പോൾ അങ്ങനെയാണെങ്കിൽ മൈ നേറ്റീവ് ലാംഗ്വേജ് ഈസ് മലയാളം അങ്ങനെയല്ലേ പറയേണ്ടത് എന്ന്. അങ്ങനെ അത്ര വലിച്ചു നീട്ടിയൊന്നും പറയേണ്ട ആവശ്യമില്ല. ഇറ്റ്സ് മലയാളം അങ്ങനെ പറഞ്ഞാൽ മതി. ദാറ്റ്സ് ഓൾ. ഇതിനു മുമ്പ് നിങ്ങളിവിടെ വന്നിട്ടുണ്ടോ? ഇതാദ്യമായിട്ടാണോ വരുന്നത്? അല്ല, ഇതിനു മുമ്പ് നിങ്ങൾ വന്നിട്ടുണ്ടോ? ഹാവ് യു ബീൻ ഹിയർ ബിഫോർ? ഹാവ് യു ബീൻ ഹിയർ ബിഫോർ? ഇതിനു മുമ്പ് വന്നിട്ടുണ്ടോ? ഇത് നിങ്ങളുടെ ആദ്യ സന്ദർശനമാണോ? ആദ്യമായിട്ടാണോ നിങ്ങളിവിടേക്ക് വരുന്നത്? ഈസ് ദിസ് യുവർ ഫസ്റ്റ് വിസിറ്റ്? ഈസ് ദിസ് യുവർ ഫസ്റ്റ് വിസിറ്റ്? നിങ്ങളുടെ ആദ്യത്തെ വിസിറ്റാണോ? അപ്പോൾ അതിന് നമുക്ക് എന്ത് മറുപടി കൊടുക്കാം? യെസ് ഇറ്റ് ഈസ്. അത്രയും പറഞ്ഞാൽ മതി. യെസ് ഇറ്റ് ഈസ്. അതെ, ഞാൻ ഫസ്റ്റ് ടൈമാണ്. അല്ല, ഞാൻ ഇതിനു മുമ്പ് വന്നിട്ടുണ്ട്. ഇതെങ്ങനെ പറയും? ഐ ഹാവ് ബീൻ ഹിയർ ബിഫോർ. ഐ ഹാവ് ബീൻ ഹിയർ ബിഫോർ. ഞാനിതിനു മുമ്പ് വന്നിട്ടുണ്ട് എന്ന് പറയുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഐ ഹാവ് ബീൻ ഹിയർ ബിഫോർ എന്ന് പറയാം. ഐ ഹാവ് ബീൻ എന്നുള്ളത് നമുക്ക് ചുരുക്കി ഐ ഹാവ് ബീൻ എന്ന് പറയാം. അപ്പോൾ കുറച്ച് നേരമായി നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കണം അല്ലേ? അപ്പോൾ നമുക്കൊക്കെ പിരിയാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെ പറയും? എന്തായാലും കുറേ നേരം സംസാരിച്ചു, അപ്പോൾ കണ്ടതിൽ സന്തോഷം എന്ന് പറയണം അല്ലേ? ഇറ്റ്സ് പ്ലഷർ ടു മീറ്റ് യു. നിങ്ങളെ കണ്ടതിൽ വളരെ സന്തോഷമുണ്ട്. ഇറ്റ്സ് പ്ലഷർ ടു മീറ്റ് യു പറയാം.
അല്ലെങ്കിൽ നൈസ് ടു മീറ്റ് യു. നൈസ് ടു മീറ്റ് യു, കണ്ടതിന് വളരെ സന്തോഷം എന്നൊക്കെ പറയില്ലേ നമ്മൾ. എന്തായാലും കാണാൻ പറ്റി, സംസാരിക്കാൻ പറ്റി, വളരെ സന്തോഷമുണ്ട് എന്ന് പറയാനായിട്ട് ഇറ്റ്സ് പ്ലഷർ ടു മീറ്റ് യു എന്ന് പറയാം, അല്ലെങ്കിൽ നൈസ് ടു മീറ്റ് യു എന്ന് പറയാം. അപ്പോൾ കുറച്ച് നേരമായി സംസാരിച്ചുകൊണ്ടിരിക്കണം അല്ലേ. അപ്പോൾ ഇനി പിരിയാനുള്ള സമയമായി. വീണ്ടും കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു എന്ന് പറയണം. വീണ്ടും കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതെങ്ങനെ നമുക്ക് പറയാം? ഹോപ്പ് ടു സീ യു എഗെയിൻ. ഹോപ്പ് ടു സീ യു എഗെയിൻ. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് യൂസ്ഫുൾ ആണെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അതുപോലെ ലൈക്കും കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ ഫ്രം അജിത ശിവറാം.